ഉസ്ബെക്ക് നാഷണൽസ് 3 പേര് അറസ്റ്റഡ് ഇൻ ദ കില്ലിംഗ് ഓഫ് എൻ ഇസ്രായേലി മോൾഡോവൻ റബി ഇൻ ദ UAE. എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് ജസീമിന് പറയാനുള്ളത്? ഞാൻ ജസീമിൽ നിന്ന് തുടങ്ങാം. ഞാനിത് കേട്ടായിരുന്നു, എനിക്ക് പറയാനുണ്ട്, പക്ഷേ ജസീം പറഞ്ഞിട്ട് മതി. അപ്പോൾ ഇത് ഒരു എനിക്കൊന്ന് ഇറാനോ മറ്റേ ആരോ ആളെ വിട്ട് ചെയ്യിപ്പിച്ചതാണെന്ന് പറയുന്നുണ്ട്. സംഭവം അവിടെ കുറച്ച് കാലമായിട്ട് ഈ ജൂതരുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുണ്ടായിരുന്ന ഒരു മോൾഡോവൻ ഇസ്രായേലി ആയിട്ടുള്ളൊരു ജൂത റാബായി പുള്ളിയെ തട്ടിക്കൊണ്ടുപോയി UAE വെച്ച് കൊലപ്പെടുത്തി. ഈ പറയുന്ന 3 ഉസ്ബെക്കിസ്ഥാൻ സ്വദേശികൾ. അവർ സംഭവം ഇസ്രായേലുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, ഇപ്പോൾ ഇവിടെ കുറേ പ്രശ്നങ്ങൾ വിദേശ രാജ്യങ്ങളിൽ നടക്കുന്നത്. അപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ടൊരു അതെ വിഷയമാണ് ഇപ്പോൾ UAE. അത് സാധാരണഗതിയിൽ UAE എന്ന് പറയുമ്പോൾ പലപ്പോഴും ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ നടക്കുന്ന രാജ്യമായിട്ട് ആരും കരുതാറില്ല. എന്നാൽ അവിടുത്തെ സുരക്ഷയെ പോലും കവച്ചു വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരുപക്ഷെ ഈ അസാസിൻ എന്നൊക്കെ പറയാമല്ലോ, ആ മോഡൽ ഒരു കൊലപാതകം ഇതുപോലെ ആളുകൾ വിട്ട് നടപ്പാക്കിയിട്ടുണ്ട്. അവിടെ സാധാരണഗതിയിൽ UAE എന്നുള്ള രാജ്യം പൊതുവിൽ ഇങ്ങനത്തെ വിഷയങ്ങളിലൊക്കെ വളരെ സെക്യൂറാണ്, അല്ലെങ്കിൽ സുരക്ഷ കൂടുതലാണ് എന്നാണ് പൊതുവിൽ കരുതാറ്. ഇങ്ങനത്തെ വിഷയങ്ങൾ അവിടെ നടന്നത് നമ്മൾ അധികമൊന്നും വാർത്തയിൽ കേൾക്കാറില്ല. ഇതിപ്പോൾ ഒരു ജൂതൻ്റെ വിഷയം, അതും UAEയും ഇസ്രായേലും തമ്മിൽ നല്ല ബന്ധത്തിലാണെന്നാണ് ഇപ്പോഴും പറയുന്നത്. അപ്പോൾ താരതമ്യേന മറ്റ് അറബ് രാജ്യങ്ങൾ നോക്കുമ്പോൾ കുറച്ചുകൂടി ജൂതരെ സ്വീകരിക്കാനും അല്ലെങ്കിൽ ജൂതരുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കാനും ഒക്കെ താല്പര്യപ്പെടുന്ന, സൗദിയേക്കാളും ഒരുപക്ഷെ താല്പര്യപ്പെടുന്ന രാജ്യമാണ് UAE. ഈ ഗാസയുടെ വിഷയം ഉണ്ടായപ്പോഴും ഇസ്രായേലിനെ ഇപ്പോൾ അവരുടെ കുറേ സംഘടനകളുടെ ഭാഗമായതുകൊണ്ട് തന്നെ ചില സമയത്തൊക്കെ അപലപിക്കുമെങ്കിലും ഇസ്രായേലുമായിട്ടുള്ള നല്ല ബന്ധം ഉള്ള രാജ്യമായിട്ടുള്ള UAE വെച്ചിട്ട് ഇതുപോലെ ഒരു ആക്രമണം നടന്നിരിക്കുന്നു. എന്താ പറയുക, നമ്മൾ ഇതുപോലത്തെ ഒരുപാട് വിഷയം നേരത്തെ ചർച്ച ചെയ്തതാണ്. യൂറോപ്പിലും മറ്റു രാജ്യങ്ങളിലൊക്കെ ഉള്ള അറബികളായിട്ടുള്ള അല്ലെങ്കിൽ അറബ് വംശജ അല്ലെങ്കിൽ കുടിയേറ്റക്കാരായിട്ടുള്ള മുസ്ലിങ്ങൾക്കിടയിൽ നിന്ന് പല വ്യക്തികൾക്ക് ജൂത ആരാധനാലയങ്ങൾക്കെതിരെ ഇനി വഴിക്കൂടി പോകുന്ന ആൾക്കാരെ തന്നെ, ഇപ്പോൾ ജർമ്മനിയിലൊക്കെ വഴിക്കൂടി പോകുന്ന ആളെ ഫലസ്തീന് വേണ്ടി കൊന്ന ആൾക്കാരുണ്ട്. ഫ്രാൻസിൽ ഈഫൽ ടവറിൻ്റെ താഴെ. അപ്പോൾ ഇത് വളരെ ഭീകരമായിട്ടുള്ളൊരു ഇഷ്യൂ ആയി നമ്മളിന്ന് കാണുന്നത് ഇത് UAE നടക്കുന്നു എന്നുള്ളതാണ്. സാധാരണ സൗദി, UAE, ഒമാൻ, ഖത്തറിലൊക്കെ ഇങ്ങനത്തെ വിഷയങ്ങൾ നടക്കുമ്പോൾ അതാരും പ്രതീക്ഷിക്കാറില്ല. ഇപ്പോൾ യൂറോപ്പിൽ ഇതൊരു പതിവ് സംഭവമായിട്ട് മാറിയിട്ടുണ്ട്. കാരണം അവിടെ സോക്കോൾഡ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷനും ഈ ഫോബിയാണെന്ന് പറഞ്ഞ് ഭയങ്കരമായ ഇതുപോലത്തെ ഒലിപ്പിക്കലും ആയതുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. പക്ഷേ ഈ രാജ്യങ്ങളിലൊക്കെ ഭയങ്കരമായിട്ടുള്ള കർശനമായിട്ടുള്ള ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ എതിരെയുള്ള ഒരുപാട് ഇൻ്റലിജൻസ് അല്ലെങ്കിൽ സ്ക്രൂട്ടിനി, അവിടെ ഈ സ്പൈയിങ് ഒക്കെ ഉണ്ട്. ഈ അറബികൾ ആരും ഇങ്ങനത്തെ പ്രവർത്തനങ്ങളിലേക്കൊക്കെ പോവാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവരെ പിടിച്ച് അപ്പം തന്നെ ജയിലിലിടുന്ന പരിപാടിയൊക്കെ. പക്ഷേ ഇത് കൃത്യമായിട്ട് ഏതോ കാരണവശാലും അവിടെ സുരക്ഷാ വീഴ്ചയായിട്ട് UAE ഇതുപോലെ ഒരു മനുഷ്യനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ അവിടുത്തെ കുറച്ച് 3 പേർക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ അധികം അതിശയോക്തി കഴിഞ്ഞൊരു കാര്യമാണ്. കൈപ്പള്ളി പറഞ്ഞോളൂ, അവിടെ വല്ല വാർത്തയും ഇതിനെപ്പറ്റി അറിഞ്ഞായിരുന്നു? ഇത് ഞാനിത് വളരെ ക്ലോസ് ആയിട്ട് ഫോളോ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ, UAE എങ്ങനെയായിരിക്കും ഈ വാർത്ത അവതരിപ്പിക്കുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അത് പ്രത്യേകിച്ചും ഈ മിനിസ്ട്രി ഇറക്കിയ അവരുടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. അത് ട്വിറ്ററിലാണ് ആദ്യം വന്നത്, എക്സിലും. ഈ നമ്മൾ പൊതുവേ യൂഷ്വലി ഈ സംഘി വാട്സാപ്പ് ഗ്രൂപ്പുകളും ടെലഗ്രാം ഗ്രൂപ്പുകളിലൊക്കെ UAE, അറബ് രാജ്യം, മുസ്ലിങ്ങൾ, ഈ ഒരു ഇമേജ് നമ്മൾ സത്യത്തിൽ UAE പറ്റി പറയുമ്പോൾ നമ്മൾ മാറ്റണം. ബിക്കോസ് ഏറ്റവും കൂടുതൽ ഇന്ത്യയുമായിട്ട് ടെററിസം കർട്ടെയിൽ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ടെറർ ഫണ്ടിങ് നിരോധിക്കാനും ടെറർ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യാനും ഏറ്റവും കൂടുതൽ ഇന്ത്യയെ സഹായിച്ചിട്ടുള്ള 2 രാജ്യങ്ങൾ സൗദി അറേബ്യയും UAE-യുമാണ്. ഇത് ഞാൻ പലവണ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു കേസ് സംഭവിച്ചപ്പോഴത്തേക്കും ഏറ്റവും പെട്ടെന്ന് UAE-യുടെ മിനിസ്ട്രി ഓഫ് അബുദാബി ആൻഡ് ദുബായ്, ഈ 2 രാജ്യങ്ങളും, അബുദാബിയിലാണ് ഈ ക്രൈം നടന്നത്, പക്ഷേ ഈ രണ്ട് സംസ്ഥാനങ്ങളും ഒന്നടങ്കം പരിശ്രമിച്ച്
ഈ ടർക്കിഷ് എയർലൈനിലാണ് ഇവർ കടക്കാൻ ശ്രമിച്ചത്. ഇവർ ടർക്കിഷ് എയർലൈനിൽ ടർക്കിയിലിറങ്ങി ഇസ്താംബുളിൽ വെച്ചിട്ട് എയർപോർട്ടിൽ നിന്ന് അവർ പോകുമ്പോഴാണ്, എയർപോർട്ട് വിട്ട് പോകുന്ന സമയത്ത് അവിടെ വെച്ച്, കാരണം ഇവരെ ട്രേസ് ചെയ്ത് ട്രാക്ക് ചെയ്ത് ടർക്കിഷ് പോലീസാണ് ഇവരെ ആക്ച്വലി പിടിക്കുന്നത്. അപ്പോൾ ഈ ഇൻഫർമേഷൻ ഹാൻഡ് ഓവർ ചെയ്തത് അബുദാബി പോലീസാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വളരെ എന്താ പറയുക ക്വിക്ക്ലി ആക്ടിങ് ആയിട്ടുള്ള, അവിടെ എന്തെങ്കിലും ഈ ഞമ്മൻ്റെ ആളല്ലേ എന്നുള്ളൊരു തോന്നലുണ്ടെന്നെങ്കിൽ ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യില്ല. കാരണം യൂറോപ്പിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ പിടുത്തം ഉറപ്പാണ്, ഇന്ന ആൾക്കാരാണെന്ന് ഇൻഫർമേഷനെ പാസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ UAE-യുടെ പോലീസ് ഫോഴ്സും ഇൻ്റലിജൻസും ഒക്കെ വളരെ പെട്ടെന്ന് ആക്ട് ചെയ്തു, ഇത് പിടിക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ അവരെ എക്സ്ട്രഡൈറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എക്സ്ട്രഡൈറ്റ് ചെയ്ത് UAE-യിൽ കൊണ്ടുവന്നു. അത് കൊണ്ടുവന്നൊന്നറിയില്ല. UAE എക്സ്ട്രഡിഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർ എങ്ങനെയായിരുന്നാലും എക്സ്ട്രഡിഷൻ നടത്താതിരിക്കാനായിട്ട് യൂറോപ്പ് ശ്രമിക്കും. ഇതാണ് ഇവിടെ ഈ നേരത്തെ പറഞ്ഞ യൂറോപ്യൻ ലോസ് ഇസ്ലാമിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരും. എന്തായാലും യൂറോപ്യൻ യൂണിയനിൽ ടർക്കി ഇല്ലാത്തത് നന്നായി. എന്തായാലും അവർ UAE-യിൽ വരും. UAE-യിൽ വന്നു കഴിഞ്ഞാൽ വധശിക്ഷയായിരിക്കും, ഉറപ്പാണ്. അതിൽ വേറെ യാതൊരു സംശയവുമില്ല. അതിനോട് എനിക്ക് യോജിപ്പില്ല. അതും കൂടി ഞാൻ ഈ അവസരത്തിൽ പറഞ്ഞുകൊള്ളട്ടെ. പക്ഷേ ഇത് പറയുമ്പോഴത്തേക്കും ഈ വെസ്റ്റേൺ രാജ്യങ്ങൾ എങ്ങനെയാണ് ഈ ഇസ്ലാമിക് ടെററിനെ നേരിടുന്നതെന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഓൾറെഡി കൺവിക്റ്റ് ചെയ്ത, ഇത് നമ്മൾ പറഞ്ഞോന്നറിയില്ല, ജൂലൈയിൽ നടന്നൊരു കേസാണ്. 6 മാസം മുമ്പ്, അല്ല 1 കൊല്ലം മുമ്പ്, അറൗണ്ട് 6 months ബാക്ക്, ജൂലൈ 31-ലാണ് കേസ് വരുന്നത്. പക്ഷേ അതിന് മുൻപാണ് പിടിക്കപ്പെടുന്നത്. അച്ഛനും മകനും കൂടി ഇറാഖിൽ നിന്നും ഓൾറെഡി അവർ ടെറർ ഓപ്പറേഷന് അവർ കൺവിക്റ്റഡ് ആയിരുന്നു. എന്നിട്ട് അവർ ജയിലിൽ നിന്ന് മോചിതരായി. ഈ 2 പേരും കാനഡയിലെത്തി. ഇവിടെ ടെററിസം നടത്താനായിട്ടുള്ള ആ ഒരു തയ്യാറെടുപ്പിനിടയിൽ അവർ പിടിക്കപ്പെടുന്നു. അപ്പോൾ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്, എന്താണ് ഈ രാജ്യങ്ങൾ ചെയ്യുന്നത്? ഒരു റെഫ്യൂജി എന്നും പറഞ്ഞ് ഈ രാജ്യങ്ങളിലേക്ക് വരുന്നു. അപ്പോൾ അവരുടെ വെറ്റിംഗ് പ്രോസസ്സ് എത്ര റിജിഡാണ്, എത്ര എന്താ പറയുക ഫുൾ പ്രൂഫാണ്, എത്ര വാട്ടർ ടൈറ്റ് ആണെന്നുള്ളൊരു ചോദ്യം അവിടെ വരും. ഇത് ഓൾറെഡി ഒരു ക്രിമിനൽ കേസുള്ള ഒരാളാണ്. 2 പേർക്ക് ക്രിമിനൽ കേസുള്ളവരെ ഈ രാജ്യത്ത് വരുന്നു. കാനഡയിൽ വന്നിട്ട് അവർ കാണിക്കുന്നു. ഇപ്പം ഡെത്ത് ടു കാനഡ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ആഴ്ച ഇവിടെ ടൊറോണ്ടോയിൽ നഗരത്തിൽ അവർ മുദ്രാവാക്യം വിളിച്ച് നോ കേസ്, ഒരു കേസും എടുത്തിട്ടില്ല. അതായത് ഈ രാജ്യത്ത് വന്നിട്ട് ഈ രാജ്യത്തുള്ള ഭരണാധികാരി ഈ രാജ്യത്തിന് നാശം വരട്ടെ എന്ന് പറയുന്നത്. ഇത് ഏതെങ്കിലും അറബ് രാജ്യത്ത് നടക്കുമോ? അപ്പോൾ ഇതാണ്. അപ്പം ഇവരുടെ സോഫ്റ്റ്നെസ്, ഈ മുസ്ലിംസിനോടുള്ള അല്ലെങ്കിൽ അറബ് മുസ്ലിം വംശജരോടുള്ള ഒരു മൃദു സമീപനം, ഇത് വളരെ വളരെ ഡേഞ്ചറസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. യൂറോപ്പിൽ, ജർമ്മനിയിൽ ഇപ്പം തന്നെ മറ്റേ കഴിഞ്ഞ തവണ നമ്മൾ സംസാരിച്ചതാണ്, റിപ്പീറ്റ് ചെയ്യുന്നില്ല. മറ്റേ ഫുട്ബോൾ മാച്ചിന് ശേഷം ജസീറ എങ്ങനെയാണ് അത് പോസ്റ്റ് ചെയ്തത്? ഇസ്രയേലി ഫാൻസ് അറ്റാക്ക് അറബ് ഫാൻസ് എന്ന് പറഞ്ഞാണ് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ബാക്കി എല്ലാവർക്കും അറിയാം എന്താണ് അവിടെ സംഭവിച്ചത്. വീഡിയോസൊക്കെ അവൈലബിൾ ആണ്. സോ ഈ ഒരു മൃദു സമീപനം ഐ അത് അവരുടെ ഈ സുരക്ഷിതത്വത്തെ ശരിക്കും അഫക്റ്റ് ചെയ്യുന്നൊരു കേസാണ്. ഇത് പണ്ട് എനിവേസ് ദിസ് ഇസ് വാട്ട് എനിക്ക് പറയാനുള്ളത് ഇതാണ്. UAE has acted. Arab countries are waking up. But Europe has not. Western world has not woken up. Thank you. അപ്പോൾ ഞാനതിൽ കൂടുതലൊന്നും ആഡ് ചെയ്യുന്നില്ല. കാരണം പറയാനുള്ളത് അത് ഓൾറെഡി വന്നു കഴിഞ്ഞു. സോ നമുക്കിത്രയേ ഉള്ളൂ. ആൻറ്റിസെമിറ്റിസം അത് വർദ്ധിക്കുന്നു. അത് മിഡിൽ ഈസ്റ്റിലേക്ക് വരുമ്പോൾ അതിനകത്തൊരു എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ അബ്രഹാം അക്കോർഡ്സ് അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഒരു മിഡിൽ ഈസ്റ്റ് ആയി ബന്ധപ്പെട്ട് ഒരു ടൈപ്പ് അല്ലെങ്കിൽ അത്തരത്തിലൊരു റിലേഷൻ ബിൽഡിംഗ് ആണ് ഈ പാലസ്തീൻ ഇസ്രായേൽ വിഷയം അത് സോൾവ് ആക്കാനുള്ളൊരു പ്രധാന വഴിയെന്ന് തിരിച്ചറിഞ്ഞ് അതിനു വേണ്ടിയിട്ടാണ് ഈ അബ്രഹാം അക്കോർഡ്സിലേക്ക് കടക്കുന്നത്. അപ്പോൾ അതിൽ നേരിട്ട് ഈ ഇസ്രായേലും പാലസ്തീനും 2 സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ ആ റീജിയനിൽ ഒരു പീസ് വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഒരു ഔട്ട്വേർഡ് പ്രഷർ വരുമ്പോൾ ഇതിനകത്തൊരു മാറ്റം കൊണ്ടുവരാൻ കഴിയുന്നത് മനസ്സിലാക്കിയിട്ടാണ് അങ്ങനെ വരുന്നത്. ഇപ്പോൾ ഇസ്രായേലിലേക്ക് പോകാൻ നമുക്കൊരു ക്ഷണം വന്നിട്ടുള്ളത് പോലും ഈ അബ്രഹാം അക്കോർഡ്സിൻ്റെ ഭാഗമായിട്ടുള്ള അവിടെ നടക്കുന്ന ആക്ടിവിറ്റിയുടെ ഭാഗമാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഒരു പീസ് കീപ്പിംഗ് ഒരു സാധനത്തിൻ്റെ ഭാഗമാണ് ഈ യാത്ര പോലും. അപ്പോൾ അങ്ങനെ അവരതിനുവേണ്ടി പണം ചിലവാക്കുക എന്നും കൂടി ആലോചിക്കണം. അതാണ് അതിൽ നമ്മൾ കാണേണ്ടത്. കാരണം അവരതിനകത്ത് സെലക്ട് ചെയ്യുന്നത്
റാൻഡമായിട്ടുള്ള ആളുകളെയല്ല, മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകളെയാണ് ഇതിനകത്തേക്ക് സെലക്ട് ചെയ്തിട്ട് അവിടെ കൊണ്ടുവന്നത്. അതാണ് അവരുടെ പ്രധാന ലക്ഷ്യം. കാരണം മുസ്ലിങ്ങൾക്ക് ഇത് അറിഞ്ഞ് മനസ്സിലാകണം. നിങ്ങൾ ഈ പറയണ മാതിരി ഗർക്കത്തുമാരൊന്നും അവിടെ ആരും വെച്ച് പിടിപ്പിക്കുന്നില്ല, അവിടെ ഒരു കല്ലും വിളിച്ച് പറയാൻ പോകുന്നില്ല. എന്താണ് അവിടെ നടക്കുന്നത് എന്ന് മുസ്ലിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവർ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് അവർ പിൻ പോയിൻ്റ് ചെയ്ത് അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഒരു വിഷയം വരുമ്പോൾ, ഈ റബ്ബിയുടെ വിഷയം വരുന്ന സമയത്ത് ഈ ജൂ മാൻ അവിടെ ഒരു ചാബാദ് ഹൗസ് എന്ന് പറയുന്നൊരു സംഭവമായി കണക്ട് ചെയ്തിട്ടാണ് വരുന്നത്. ഇതേ സെയിം സാധനം നമ്മൾ ആലോചിക്കേണ്ടത്, ഇവിടെ ഇതുണ്ടായിരിക്കുന്നത് നവംബർ 25-നാണ് ഈ സംഭവം നമ്മളിവിടെ കേട്ട് തുടങ്ങിയത്. അല്ലെങ്കിൽ ഇത് സംഭവിക്കുന്നത് എക്സാക്ട് ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരുന്നു, ഓക്കെ, കൊന്നത് എന്താണെന്ന് അറിയില്ല. കൊന്നതെന്താണെന്ന് അറിയില്ല, പക്ഷെ മൃതദേഹം കണ്ടെത്തിയിട്ടാണ് വരുന്നത്. പക്ഷേ ഈ ഒരു സമയം നിങ്ങളൊന്ന് ആലോചിക്കുക. അതായത് നവംബർ 24, 25, 26 എന്നൊക്കെ പറയുന്ന ദിവസങ്ങൾ ഇന്ത്യയിലും ഈ നവംബർ 26 ഒരു പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. കാരണം നമ്മളെ മുംബൈ അറ്റാക്ക് ഉണ്ടായത് ഇതേ ദിവസമാണ്. മുംബൈ അറ്റാക്കിൻ്റെ പ്രധാനപ്പെട്ട ഒരു സാധനം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പറയും, അജ്മൽ കസബിനെ കുറിച്ച് പറയുന്നു, അവിടെ താജ് നിന്ന് കത്തിയതിനെ കുറിച്ച് പറയും, ഇതൊക്കെ നമ്മൾ പറയും. പക്ഷേ അതിൽ നമ്മൾ വിട്ടുപോകുന്ന കാര്യമുണ്ട്. ഈ 26/11 എന്ന് പറയുന്ന സാധനത്തിനകത്ത് ഒരു ആൻറ്റി സെമിറ്റിസം എലമെൻ്റ് ഉണ്ടായിരുന്നു. ഇത് നമ്മൾ ഇന്ത്യൻ ഗവൺമെൻറ് അക്നോളജ് ചെയ്തിട്ടില്ല, ഇന്ത്യൻ മീഡിയ അക്നോളജ് ചെയ്തിട്ടില്ല, വേൾഡ് മീഡിയ അക്നോളജ് ചെയ്തിട്ടില്ല, ആരും അക്നോളജ് ചെയ്യാത്തൊരു വിഷയമാണത്. കാരണം അന്ന് ഈ വിഷയം ഉണ്ടായപ്പോൾ അതിനകത്തൊരു നരിമാൻ ഹൗസ് എന്ന് പറയുന്ന ഒരു സാധനം വന്ന് അറ്റാക്ക് ചെയ്തതിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ദാറ്റ് വാസ് എ ജൂയിഷ് സെൻറ്റർ, ഒരു കൾച്ചറൽ സെൻറ്റർ ആയിരുന്നു. ചാബാദ് സെൻറ്റർ എന്നാണ് അതിന് പേര്. അതിനകത്ത് വന്നിട്ട് അവിടെയുള്ള 2 പേരെയാണ് കൂട്ടക്കൊല നടത്തുന്നത്. മീൻസ് അവിടെ വളരെ ക്രൂരമായ രീതിയിൽ കൊന്നു തള്ളുന്ന കാഴ്ച. അതിൽ ഒരു കുട്ടി അതിൽ നിന്ന് രക്ഷപ്പെട്ടു, മോശെ എന്ന് പറഞ്ഞൊരു കുട്ടി, ചെറിയ കുട്ടി, അന്ന് വളരെ യങ്ങാണ്. ആ കുട്ടി രക്ഷപ്പെടുന്നത്, ആ കുട്ടിയുടെ നാനി ആ കുട്ടിയെ പിടിച്ച് ഒളിച്ചിരുന്നിട്ടാണ് രക്ഷപ്പെടുന്നതെന്നാണ് അറിയുന്നത്. ഇന്ന് ആ കുട്ടി വലുതാവുകയും ഇന്ന് ആ നരിമാൻ ഹൗസിൽ നിന്നൊരു ജൂയിഷ് ഒരു മ്യൂസിയം പോലെ ആക്കി മാറ്റുകയൊക്കെ ചെയ്തൊക്കെ ആയിട്ടാണ് അറിയുന്നത്. എന്തായാലും അങ്ങനെ അതിൻ്റെ ഒരു മെമ്മോയറായിട്ട് അത് മാറ്റുകയാണ്. അപ്പോൾ നമ്മൾ അറിയേണ്ടത്, നമ്മുടെ രാജ്യത്ത്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യ വാസ് പ്രോ ജൂയിഷ്. അത് ഒരിക്കലും ഹിസ്റ്ററിയിൽ ഒരു തവണ പോലും ഈ പറയുന്ന ഒരു ആൻറ്റി സെമിറ്റിസത്തിൻ്റെ എലമെൻറ്റ് കാണിച്ചിട്ടില്ല. അത് ജൂസിനോട് മാത്രമല്ല, ഇസ്ലാമിനോടോ മുസ്ലിങ്ങളോട് പോലും അത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവിടെയുള്ള ഭരണാധികാരികൾ എന്ന് പറയുന്ന ഇവിടുത്തെ ഹിന്ദു ഒറിജിനുള്ള ആളുകൾ അത് ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടെ വന്ന് ചെയ്തത് ആരാണ്? അതും ഈ പറയുന്ന നവംബർ 26-ന് ഇത് കടന്നു വന്നുകൊണ്ട് ഇതിലേക്ക് ഈ പണിയിൽ ഏർപ്പെട്ട് ഈ ആൻറ്റി സെമിറ്റിസം, അതിൻ്റെ ഒരു കളങ്കം ഇന്ത്യക്ക് ചാർത്തി കൊടുത്തത് ആരാണ്? അത് പാകിസ്ഥാനിൽ നിന്ന് വന്നിട്ടുള്ള ടെററിസ്റ്റുകളാണ്. അതാണ് ഇവിടെ സംഭവിച്ചത്. പക്ഷേ നമ്മളിവിടെ കണ്ടത് എന്താണ്? ആ 26/11 എന്ന് പറയുന്നത് അത് ഒരു ഇൻസൈഡർ ജോബായിരുന്നു എന്ന് പറഞ്ഞിട്ട് അതിനെ ലഘൂകരിച്ച് അത് സംഘികൾ ഒപ്പിച്ചതാണെന്ന് പറഞ്ഞിട്ടല്ലേ ഇവിടെ കാര്യങ്ങൾ നടന്നത്. ഞാനത് ഓർക്കാൻ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ എൻ്റെ ഒരു സ്കൂളിലെ സീനിയറായിട്ടുള്ള നമ്മളൊരു സുഹൃത്ത് എനിക്കൊരു മെസ്സേജ് അയച്ചു, ഒരു സ്ക്രീൻഷോട്ട് അയച്ചിട്ട് ചോദിച്ചു, ഇത് ആരിഫ് തന്നെയാണോ ഈ സ്ക്രീനിൽ ഇരിക്കണത് എന്ന് ചോദിച്ചിട്ട്. ജനം ടി വിയിൽ ഞാൻ ഇരിക്കുന്ന ഒരു ചർച്ചയുടെ സാധനമാണ് എനിക്ക് അയച്ചു തന്നത്. അപ്പോൾ സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2013 ഞാൻ ഇദ്ദേഹവുമായിട്ട് ചാറ്റ് ചെയ്തത് ഇതിനകത്ത് കിടക്കുകയാണ്. എന്താ സംഭവം? ഈ പറയുന്ന വിഷയം ഉണ്ടായ സമയത്ത് അതുമായി ബന്ധപ്പെട്ട ഓർമ്മിക്കൽ അവിടെ നടക്കുന്ന സമയത്ത് ഇതുപോലൊരു വിഷയം. അപ്പോൾ നമ്മൾ ആ സാധനത്തെ എടുത്തു വെച്ചിട്ട് പറയണം ഇത് ഒരു ഇൻസൈഡർ ഒരു സാധനമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് പോസ്റ്റ് ചെയ്യാണ് ഫേസ്ബുക്കിൽ. പോസ്റ്റ് ചെയ്തപ്പോൾ ഇദ്ദേഹം അതിൻ്റെ താഴെ വന്നിട്ട് കമൻറ്റ് ഇട്ടു. ഇദ്ദേഹം ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ അന്നത്തെ വലിയൊരു സംഖ്യയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, എനിക്ക് ഈ സീനിയർ. അപ്പോൾ അന്ന് നമ്മൾ അദ്ദേഹത്തെ കാണുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഒന്ന് ആലോചിക്കാം, ഇത് കണ്ടിട്ട് നമ്മൾ ആൾ എന്നെ പറഞ്ഞു, ഇതെങ്ങനെ സാധിക്കുന്നു നിങ്ങൾക്ക്, ഇതെങ്ങനെ ഇതുപോലെ പറയാൻ കഴിയുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ നമ്മളപ്പോൾ വലിയ ബുദ്ധിമാനായിട്ട് നടക്കുന്ന, മീൻസ് ചമഞ്ഞ് നടക്കുന്ന ആളാണല്ലോ. കാരണം നമ്മളൊരു വിശ്വാസിയാണ്, ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ വളരെ റാഷണലായിട്ട് ചിന്തിക്കുന്ന ഒരാളാണെന്ന് ചിന്തിക്കുമ്പോൾ പക്ഷേ നമ്മൾ ഉയർത്തിപ്പിടിച്ചത് ഒരു കൺസ്പിറസി തിയറി ആയിരുന്നു എന്ന് അന്ന് നമുക്ക് തിരിച്ചറിയുന്നില്ല. പക്ഷേ ആൾക്ക് ഞാൻ എന്നിട്ട് പേഴ്സണൽ മെസ്സേജ് പോയിട്ട് അയക്കുകയാണ്, ഡിയർ ബ്രദർ, പ്ലീസ് ഡോണ്ട് ദീസ് മാറ്റേഴ്സ് ഇൻ ദ ലൈൻ ഓഫ് റിലീജിയൻ, ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ്. അപ്പോൾ കാരണം അദ്ദേഹം അവിടെ ചൂണ്ടിക്കാണിച്ചത് റിലീജിയൻ്റെ ആസ്പെക്റ്റാണ്. I just happened to share a news that appeared in Times of India and other newspapers in India, and I could link these to the revelations of a senior leader whom I met in the meeting of another meeting. അതൊരു വോക്കുകളുടെ ഒരു മീറ്റിംഗ് ആയിരുന്നു, നൈ ആസാദി അഭിയാൻ എന്ന് പറഞ്ഞിട്ട്. അന്ന് ഒരു എന്താ പറയുക, നമ്മൾ ഇന്ന് പറയാറില്ല ഈ പാനായിക്കുളം മീറ്റിംഗ് നടത്തിയെന്നൊക്കെ പറയുന്നത് പോലെ അന്ന് വോക്കുകളുടെ ഒരു മീറ്റിംഗ് ആണ് അവിടെ നടന്നു. അതിൽ ഞാൻ ഭാഗമായിരുന്നു.
അപ്പോൾ അതിൻ്റെ ഒരു പേജിൻ്റെ ലിങ്കൊക്കെ ഞാൻ അയച്ചു കൊടുത്തു. ഐ വാസ് ജസ്റ്റ് എ ലിസണർ ഇൻ ദാറ്റ് മീറ്റിംഗ്, ബട്ട് വെൻ മിസ്റ്റർ ശ്രീകുമാർ പോഡർ എന്ന് പറയുന്ന ഒരു അതിഭയങ്കര ഒരു വോക്ക് ദ മാസ്റ്റർ മൈൻഡ് ഇൻ ദിസ് മൂവ്മെൻറ്റ് സെഡ് ദാറ്റ് I too was astonished as you are now. ഇത് അന്ന് അവിടെ വെച്ച് ഞാൻ കേൾക്കുമ്പോൾ പുള്ളി പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് അതായത് ജൂത കൂട്ടക്കൊല നടന്നതും ഇതെല്ലാം ഇൻസൈഡർ ജോബായിരുന്നു എന്ന് പറഞ്ഞത് അന്ന് കേട്ട് ഞാൻ അന്തം വിട്ടിരുന്ന പോലെ ഞാനിപ്പോൾ ഇത് പറഞ്ഞപ്പോൾ നിങ്ങൾ അന്തം വിട്ടിരിക്കുന്നു. ബട്ട് നൗ വെൻ ഐ സോ ദിസ് ന്യൂസ് ഇറ്റ്സ് സംതിങ് ഡിഫറെൻറ്റ്. Even there are documentaries by senior engineers regarding the insider story behind the 9/11 നമ്മളുടെ വേൾഡ് ട്രേഡ് സെൻറ്റർ ഇടിച്ചിട്ടതുപോലെ ഇൻസൈഡർ ആണെന്നുള്ളതിനെക്കുറിച്ച് വലിയ വലിയ എഞ്ചിനീയർമാർ വരെ പറഞ്ഞ് തങ്ങൾക്ക് അറിയാൻ പാടില്ലേ. ദീസ് ആർ നോട്ട് ഡൺ ബൈ മുസ്ലിംസ് ബട്ട് ബൈ ട്രൂത്ത് സെർച്ചിങ് ഹ്യൂമൻ ബീയിങ്സ്. ഇത് മുസ്ലിംസ് അല്ല ഈ വെളുപ്പിക്കുന്നത്, പക്ഷേ വേറെ കുറേ ആളുകളാണ്. എമിനൻറ്റ് പേഴ്സൺസ് ഇൻ ഇന്ത്യ ഹാവ് ഓൾറെഡി സ്റ്റാർട്ടഡ് തിങ്കിങ് ലൈക്ക് ദാറ്റ് ആൻഡ് വി ആർ ജസ്റ്റ് ഓൺ ലുക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് ആൾക്കൊരു മെസ്സേജ് അയച്ചു. ആൾ പിന്നെ ഒന്നും മറുപടി പറഞ്ഞില്ല. ഏതോ മദ്രസ പൊട്ടൻ വന്ന് റാൻഡ് ചെയ്ത് പോയി എന്നുള്ള രീതിയിലായിരിക്കും പുള്ളി ഇരുന്നിട്ടുണ്ടാവും. പക്ഷേ ഇക്കഴിഞ്ഞ ദിവസം പുള്ളി വീണ്ടും മെസ്സേജ് ഇട്ടപ്പോഴാണ് ഇത് വീണ്ടും പൊങ്ങി വന്നപ്പോൾ ഞാൻ തന്നെ അതെടുത്തിട്ട് ഇത് നോം തന്നെ ഇത് വായിച്ചിട്ട് ഇപ്പം നമുക്കിതൊക്കെ കാണുമ്പോൾ അമ്മയെ ഓടി രക്ഷപ്പെട്ടോ എന്ന് എനിക്ക് പറയാനുള്ളൂ. പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ഈ ഒരു ആൻറ്റി സെമിറ്റിസം എന്ന് പറയുന്ന വിഷയം നമ്മൾ എത്രമാത്രം ലഘൂകരിച്ച് കാണുന്നൊരു വിഷയമാണെന്ന് നിങ്ങൾ ആലോചിക്കുക. ഇന്ത്യയിൽ നടക്കുന്ന ആ വിഷയത്തെ അതിലൊരു കാര്യം കൂടി പറയുകയാണെങ്കിൽ 26/11 എന്ന് പറയുന്നത് എന്താണ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ കണ്ടാണ് ഇപ്പോൾ അത് ആഘോഷിക്കുന്നത്. അവിടെ ഈ ആ കൂട്ടക്കൊലയെയോ അന്ന് നടന്ന സംഭവത്തെയോ അതിനെ ഇങ്ങനെ നമ്മൾ സാധാരണ കമ്മ്യൂണിസ്റ്റുകാർ അല്ലെങ്കിൽ നമ്മളുടെ ഷഹീദ് എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിക്കുന്ന പോലെ, ബലിദാനികൾ എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ രക്തസാക്ഷികൾ എന്ന് പറയുന്ന പോലെ വിശേഷിപ്പിച്ചിട്ട് അതിനകത്ത് സൈനികർക്ക് വേണ്ടിയിട്ട് കണ്ണീരൊഴുക്കുന്ന പരിപാടിയല്ല നമ്മളിവിടെ കാണുന്നത്. അത് ചെയ്യുന്നതിൽ തെറ്റുണ്ട് എന്ന് വിചാരിക്കുന്ന കുറേ ആളുകളുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് അത് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്ന് തന്നെയാണ് ഞാൻ പറയുക. കാരണം അത് കുറേ കൂടി പ്രാക്ടിക്കലാണ്. വി ഹാവ് ടു മൂവ് ഓൺ. നമ്മളെ ഹിസ്റ്ററിയിൽ പലതും നമുക്ക് നടന്നിട്ടുണ്ട്, പല കാര്യങ്ങളും നമുക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ അതിങ്ങനെ എല്ലാ വർഷവും ഓർമ്മിച്ചുകൊണ്ട് അതിനെ മുതലെടുത്തുകൊണ്ട് ഒരു വിക്ടിം കാർഡ് ഇറക്കി അതിൽ കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് അത് നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ഒരു സാധനമാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രോഗ്രസീവായിട്ടൊരു സ്റ്റെപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ ഈ ജൂതന്മാരുടെ കാര്യം നമ്മളവിടെ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും കാണുന്നുണ്ടോ ഹോളോകോസ്റ്റ് മെമ്മോറിയൽ എന്നൊക്കെ പറഞ്ഞ് നടത്തുന്നതിനപ്പുറത്തേക്ക് അവർ ആ വിഷയത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ആളുകളല്ല, അതിൽ ജീവിക്കുന്ന ആളുകളല്ല. അവരതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് അതവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയി ഡാൻസും പാട്ടും അവരുടെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോയി ഇന്ന് അവർ എത്തിപ്പിടിക്കാൻ അവർ ബാക്കിയില്ല എന്നുള്ള രീതിയിലാണ് ഓരോ അവസ്ഥയിൽ അവർ വന്ന് നിൽക്കുന്നത്. ആ രീതിയിലേക്ക് നമുക്ക് മാറാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഈ പാസ്റ്റിനെ നമ്മൾ ഉപേക്ഷിച്ച് പോകാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ഉപേക്ഷിച്ച് പോകുന്നൊരു മാതൃക അത് ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളത് ഇവിടെ സാന്ദർഭികമായിട്ടൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പക്ഷേ ഈ വിഷയത്തിൽ ഈ ആൻറ്റി സെമിറ്റിസം എന്ന് പറയുന്ന ആ ഒരു ആംഗിൾ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാരും ഓർക്കാതെ പോയൊരു വിഷയമാണ്. ഞാനും ഇതിനെക്കുറിച്ച് ബോധവാനാകുന്നത് ഈ അടുത്താണ്, വളരെ അടുത്താണ്. മറ്റൊരാളുമായിട്ട് സംസാരിച്ചപ്പോഴാണ് 26/11 കുറിച്ച് ഇങ്ങനെ ഒരു സാധനം ഞാൻ പോലും കേൾക്കുന്നത്. അപ്പോൾ ഇതൊരു നമ്മുടെ നാട്ടിൽ അങ്ങനെ നടന്നൊരു വിഷയമാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു ആൻറ്റിസെമിറ്റിക് ഒരു അറ്റാക്ക് ഇത് നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നടത്തിയിരിക്കുന്നത് ഇന്ത്യക്കാരല്ല, അത് പാകിസ്ഥാനിൽ നിന്ന് വന്നിട്ട് ഇന്ത്യയിൽ നിന്നുകൊണ്ട് അവർക്കെതിരെ ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ ഇന്ത്യയിലുള്ള അനേകം ജൂയിഷ് സൈറ്റ്സ് ഇതേപോലെ അറ്റാക്ക് ചെയ്യാനുള്ള പദ്ധതി അവരിട്ടിരുന്നു എന്നും കൂടിയുള്ള വാർത്തകളൊക്കെയാണ് അന്ന് പുറത്തു വന്നിട്ടുള്ളത്. അതൊന്നും ഇവിടെ സൂചിപ്പിക്കാമെന്ന് വിചാരിച്ചു. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. Dingahu Akbar, Dingahu Akbar, Dingahu Akbar, Dingahu Akbar. Ashhadu an la ilaha illa Dingah. Ashhadu an la ilaha illa Dingah.
أشهد أن ميتم يا الرسول دينغا أشهد أن ميتم يا الرسول دينغا حي على free thinking حي على free thinking حي على scientific temper حي على scientific temper Dingahu Akbar, Dingahu Akbar La ilaha illa Dingah La ilaha illa Dingah